ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഞായറാഴ്ചയും സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് രാവിലെ പണി തീർത്തിട്ട് പിന്നെ ഫുള്ള് ടി വി മൊബൈലും കണ്ടിരിക്കുക എന്നുള്ളത്. ഇന്നെങ്കിലും അത് നടക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത്, എടി പിൻഭാഗത്ത് ഇത്തിരി കാടും പൊന്തി വന്നിട്ടുണ്ട്, വല്ല വള്ളിച്ചാതി വന്ന് എൻ്റെ തലയിലാവണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം വന്നാൽ വൃത്തിയാക്കാമെന്ന്. പിന്നെ ഒരാളെ കിട്ടിയതല്ല, അപ്പം ഞാനും പോയി. പണിക്കാരെ കിട്ടിയാൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുമോ. ഞങ്ങൾ അവിടെ ചെന്ന് അതൊക്കെ ഒന്ന് വൃത്തിയാക്കണതിൻ്റെ ഇടയിലാണ് ഏട്ടൻ ഒരു ശംഖ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഏട്ടൻ ആ ശംഖ് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ മേലൊന്നും തൊട്ടില്ല കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ സംഭവം ശംഖ് തന്നെയാണ് കേട്ടോ. ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആരെങ്കിലും കടപ്പുറത്ത് പോയപ്പോൾ ഓലെ കയ്യിൽ ഇങ്ങനെ അകപ്പെട്ട് ഇവിടെ വന്നത് വളർന്ന് വലുതായതാണെന്ന് വിചാരിച്ച്. എന്തായാലും അതൊരു വെള്ളത്തിലിട്ട് പിള്ളേർക്ക് കളിക്കാൻ കൊടുത്തിട്ടുണ്ട്. പിള്ളേർ അവിടെ ഇരുന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഇമ്മാതിരി സാധനങ്ങളൊന്നും തൊടാൻ സമ്മതിക്കാത്ത ആളാണ് ഏട്ടൻ. പക്ഷെ ഇത് ശംഖാന്ന് തന്നെയാണ് ആൾ വിചാരിച്ചത് കേട്ടോ. അപ്പം ഞങ്ങൾ പിള്ളേർ അതുകൊണ്ട് അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞേടി നമുക്ക് അതൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കുപ്പിയിലിടാം, അപ്പം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമല്ലോ, ഒരു ഗെയിമല്ലേ നമ്മളെ വീട്ടിൽ ശംഖുള്ളത് എന്നുള്ളത് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളത് കുപ്പിയിലൊക്കെ ഇട്ട് ഉമ്മർത്ത് കൊണ്ടുവച്ചപ്പോഴാണ് ഞങ്ങൾ അയൽവാസി ചെക്കൻ വന്നത് കേട്ടോ. അപ്പോൾ ഓനോട് ഇത് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞ്, ഇൻ്റെ പൊന്നാര ആൻറ്റിയെ ഇത് ആഫ്രിക്കൻ ഒച്ചാണ്, ഇത് ഭയങ്കര ഡേഞ്ചറാണ്, അമീബിക് മസ്തിഷ്കജ്വരം വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സാധനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൺട്രോള് പോയി. എനിക്ക് അന്ന് രാത്രി ഉറക്കം കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും അതിനെ തൊട്ടിട്ടുണ്ടാവൂലേ. കാര്യം ഇവരാരും അങ്ങനെ തൊട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടുത്തെ പണി കഴിഞ്ഞിട്ട് മണ്ണിലും ചളിയിലും ആയതുകൊണ്ട് സോപ്പൊക്കെ ഇട്ട് കൈ കഴുകിയിട്ടൊക്കെ നമ്മൾ ആത്തേക്ക് കയറിയത്. എന്നാൽ പോലും ഞാൻ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ലടോ. ഇടയ്ക്കിടയ്ക്ക് നീച്ചിട്ട് ഇവർക്ക് ആർക്കെങ്കിലും പനിക്കുന്നുണ്ടോ നോക്കിയിരുന്നു. ഒരു കുഴപ്പമില്ല കേട്ടോ. സംഭവം കഴിഞ്ഞപ്പോൾ ഒരു മാസമായേ.